ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സസൈസ് 10.1ന്റെ ബാക്കി ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുവാണ്. ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 3. മറ്റേത് 2ന്റെ സെക്കൻഡ് പാർട്ട് ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഐഡന്റിഫൈ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ്. ക്വസ്റ്റ്യൻ ഇച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻസ് 9 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കാം ഓരോന്നും. ഇതൊന്ന് അതിന് എക്സ്പ്രഷൻ ഉണ്ട്. നമുക്ക് അതിന്റെ ടേംസ് എപ്പോഴും നിങ്ങൾ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഇപ്പൊ ഇതുപോലെ കോളം വരച്ചൊന്നും എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ കോഎഫിഷ്യന്റ് എഴുതുന്നതിന് മുമ്പ് അതിന്റെ ടേംസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം കോഎഫിഷ്യന്റ് എഴുതുവാണെങ്കിൽ തെറ്റാതെ എഴുതും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 മൈനസ് ഫസ്റ്റ് വൺ 5 മൈനസ് 3 2 സ്ക്വയർ. Here it is the expression 5 minus 3 2 square. How many terms are here? 2 terms, 5 and minus 3t square. Here 5 is the numerical, sorry, it is the coefficient. Okay, അപ്പം നമുക്ക് ഇവിടെ terms ഏതാണെന്ന് എഴുതാം. First one 5 and next one is minus 3t square. അപ്പം 5 ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് ഇല്ല. ഇവിടെ ഉണ്ട് മൈനസ് 3t സ്ക്വയർ എന്നതിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്. എന്താണ് ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ന്യൂമറിക്കൽ പാർട്ട്, അതായത് സംഖ്യാ പാർട്ട്. ഇവിടെ എത്രയാണ്? വെറും 3 അല്ല, -3. അത് തെറ്റിക്കാതെ എഴുതണം കേട്ടോ. അത്രേ ഉള്ളൂ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1 പ്ലസ് ടി പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ്. ഓക്കെ, ഇവിടെ ഹൗ മെനി ടേംസ് ആർ ഹിയർ? 1 2 3 4 terms are here. ഞാൻ എഴുതാൻ പോവാണേ. 1, next one t, then t square, then t cube. ഇനി നമുക്ക് 1ന്റെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ t, വെറും t എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെറും t എന്ന് പറഞ്ഞാൽ 1t എന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്മൾ എന്ത് എഴുതും? 1. ഓക്കെ, ഇവിടെ t square, that also means 1t square, then coefficient is 1. Here t cube, it means 1 is there. അപ്പം ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1. അത് അത്രയേ ഉള്ളൂ. സംശയം ഉണ്ടാകാതിരുന്നാൽ മതി. ഇതുപോലെ കാണുമ്പോൾ വേരിയബിൾസ് തന്നെ കാണുമ്പോൾ അതിന്റെ അപ്പുറത്തായി ഒന്നുമില്ലല്ലോ, സംഖ്യ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഒന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 ഉണ്ടെന്നാണ്. നെക്സ്റ്റ് വൺ നോക്കിയത് തേർഡ് വൺ, x പ്ലസ് 2y പ്ലസ് 3y. It is the expression how many terms? 1 2 3. First term x, next one is 2y, third one is 3y. നിങ്ങൾക്ക് എഴുതാമല്ലോ കോഎഫിഷ്യന്റ്. ഫസ്റ്റ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് x ആണ്. വെറും x എന്ന് എഴുതുന്നത് ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് 1x. 1. Here 2y, that means it is 2. And next one is 3y and the numerical coefficient is 3. സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിളാ. നമുക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കോഎഫിഷ്യന്റ് എഴുതാൻ അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്കെടുത്ത് എഴുതാതെ ടേംസ് ഒന്ന് സെപ്പറേറ്റ് എഴുതിയതിന് ശേഷം എഴുതുന്നതായിരിക്കും നല്ലത്, തെറ്റാതിരിക്കുക. ഓക്കെ, നമുക്കപ്പം നമ്മൾ 3 എഴുതി. ഫോർത്ത് വൺ 100m പ്ലസ് 1000n. ഇതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. ഹൗ മെനി ടേംസ് ഉണ്ട്? 1 2 ടേംസ്. ഫസ്റ്റ് വൺ ഈസ് 100m and second one is 1000n. Okay, what is the coefficient? Numerical coefficient is here. It is 100. Here 1000. അല്ലേ? കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ചിലത് മാത്രം ഒരു ഇച്ചിരി വ്യത്യാസമുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. How many terms are here? 2 terms. First one is minus p square q square, next one is 7pq. ഇവിടുത്തെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് എത്രയാ നോക്കിയേ? p square q square ഒന്നും ഇല്ല. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അറിയാം 1 ഉണ്ടെന്ന്. വെറും 1 എഴുതിയാൽ പോരാ, സൈൻ ഉണ്ട്, അതുകൊണ്ട് അത് -1. Here it is 7pq means 7 is the numerical coefficient. Next one 1.2a plus 0.8b. Here 2 terms, 1.2a, next one is 0.8b. ഫസ്റ്റ് വണ്ണിന്റെ പോയിന്റ് ഒക്കെ ഉള്ളത് വരാം. ന്യൂമറിക്കൽ പാർട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പോയിന്റ് ഉള്ളതാകാം, ഫ്രാക്ഷൻ ആകാം, എന്താ വേണേലും ആകാം. അപ്പൊ ഇവിടുത്തെ എത്രയാണ് ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ്? 1.2. ഇവിടുത്തെ 0.8.
നെക്സ്റ്റ് വൺ നോക്കാം. 3.1 ആർ സ്ക്വയർ. ഇവിടെ നമുക്ക് ഒറ്റ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ഒറ്റ ടേംസേ ഉള്ളൂ അല്ലേ. 3.14 ആർ സ്ക്വയർ എന്നൊരു ടേമേ ഉള്ളൂ. ആ ടേം നമുക്ക് എഴുതാം 3.14 ആർ സ്ക്വയർ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദി ന്യൂമറിക്കൽ പാർട്ട് ഈസ് 3.14. എളുപ്പല്ലേ? ഇനി രണ്ടെണ്ണങ്ങളുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അടുത്ത ഒന്ന് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് വൺ 2 × L+B. ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിന്റെ ടേം എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ എഴുതി വെക്കും. നമ്മളിപ്പോൾ നേരെ എഴുതാൻ പോകുന്നത് 2 × L+B. ഒന്ന് നിങ്ങൾ നോക്കി, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണെന്ന് കിട്ടി. പക്ഷേ ഇതിങ്ങനല്ല. ഇത് നോക്കി, ഇതിന്റെ അർത്ഥം എന്നാണ്? 2 × L+B എന്ന് പറഞ്ഞാൽ എന്നാണ്? 2 എന്ന് പറയുന്നത് L+B ആഡ് ചെയ്തതിനു ശേഷം 2 കൊണ്ട് ഇൻറ്റു ചെയ്യണമെന്നാണ് അർത്ഥം. അതായത് 2 എന്ന് പറയുന്നത് എല്ലിനും ബാധകമാണ്, ബിക്കും ബാധകമാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എഴുതാവുള്ളേ. അപ്പൊ ആദ്യം 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാണോ? ഈ 2 കൊണ്ട് ഈ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം 2 × L ആണ്. 2 × L എത്രയാണ്? 2L. അടുത്ത സൈൻ എന്നാ? പ്ലസ്. നെക്സ്റ്റ് 2 × B. അപ്പൊ എത്ര കിട്ടി? 2B. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ടേംസ് ഏതൊക്കെ ഇവിടെ? 2L, അടുത്ത ടേം ആണ് 2B. കണ്ടോ? ഇപ്പൊ നമ്മൾ മുമ്പ് എഴുതാൻ നമുക്ക് ഒറ്റ ടേം എന്നാണ് കിട്ടുന്നത്. ഇത് അങ്ങനല്ല എഴുതേണ്ടത്. ഇപ്പൊ 2 ടേം കിട്ടി. അത് തന്നെ ന്യൂമറിക്കൽ പാർട്ട് എത്രയാണ്? 2. സെക്കൻഡ് 2B എത്രയാണ്? 2. ചെറിയ വ്യത്യാസം അതല്ലേ? ഓക്കെ. ഇനി അടുത്ത നോക്കി, അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് 0.1y plus 0.01y square. Here 2 terms are here. 1.y is the first one and next one is the 0.01y square, and the numerical part of first is 0.1, second one is 0.01. Okay, ഇത്രയേ ഉള്ളൂ. എളുപ്പമായിട്ടുള്ളതാണ്. ന്യൂമറിക്കൽ പാർട്ട് എഴുതണം. ന്യൂമറിക്കൽ പാർട്ട് എഴുതുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ടേംസ് ശ്രദ്ധിക്കണം. ഇതുപോലെ സെപ്പറേറ്റ് എഴുതിയിട്ട് നിങ്ങൾ ടേംസ് സെപ്പറേറ്റ് എഴുതിയിട്ട് അതിൽ ന്യൂമറിക്കൽ പാർട്ട് എടുക്കുകയാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.